ബോസേട്ടാ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോട്ടയം മുതൽ കാർപ്പാത്യൻ മലമുകൾ വരെ എന്നുള്ളതാണ്. അതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1904 പ്രസിദ്ധീകരിക്കപ്പെട്ട അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോൻ എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായിട്ട് പറയപ്പെടുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട കുറേയേറെ കൃതികൾ മലയാളത്തിലേക്ക് എത്തുകയുണ്ടായി 1960 മുൻപ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നത്, അതായത് തർജിമയിലൂടെ വന്ന നോവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു ഭാരതീയൻ്റെ നോവൽ തന്നെയാണ്. ദുർഗാപ്രസാദ് ഖത്രി. അദ്ദേഹത്തിൻ്റെ നോവലുകൾ മോഹൻ ഡി കങ്ങഴ വിവർത്തനം ചെയ്ത് മലയാളികളെ ഹഠാത് ആകർഷിച്ചവയാണ്. വെളുത്തേകുത്താൻ, ചെമന്ന കൈപ്പത്തി തുടങ്ങിയ ശാസ്ത്രീയ കുറ്റാന്വേഷണ നോവലുകൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ നോവലും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഖത്രിയുടെ നോവലുകളുടെ അത്ര പ്രാധാന്യം ലഭ്യമായിട്ടില്ല. അതിനുശേഷം നാടക രൂപത്തിലായിരുന്നു ക്രൈം നോവലുകൾ വന്നുകൊണ്ടിരുന്നത്. അതായത് സംഭാഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നോവലുകൾ. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുർഗാപ്രസാദ് ഖത്രി ഇംഗ്ലീഷിലായിരുന്നു നോവൽ എഴുതിയിരുന്നതെങ്കിൽ സർ ആർതർ കോനൻ ഡോയലിനെ പോലെയോ ലീഹോക്കിനെ പോലെയോ ഒക്കെ ഒരുപാട് പ്രശസ്തനായി തീർന്നേനെ. പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടുകയോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പഠനം നടക്കുകയോ ചെയ്യാതെ പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബ്രാം സ്റ്റോക്കർ എന്നൊരു എഴുത്തുകാരൻ ഇല്ലായിരുന്നെങ്കിൽ കാർപ്പാത്യൻ മലകളെക്കുറിച്ചോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചോ ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ മനസ്സിലാക്കത്തില്ലായിരുന്നു. അദ്ദേഹം ഡ്രാക്കുള എന്ന നോവൽ എഴുതുകയും ബഹുമാനപ്പെട്ട കോട്ടയം പുഷ്പനാഥ് സാറ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഡ്രാക്കുള സീരീസിലുള്ള നോവലുകൾ എഴുതി തുടങ്ങിയത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാഫേ കൊറോണ ചുരുട്ട് അല്ലെ പിറ്റി കൊറോണ ചുരുട്ട് എന്തൊക്കെയാണെന്ന് അന്നത്തെ ഒരൊറ്റ വായനക്കാരൻ അറിയില്ലായിരുന്നു. ഇതേതോ ഒരു വലിയ സംഭവമാണ് ഈ ഹാഫേ കൊറോണ അല്ലെ പിറ്റി കൊറോണ എന്നൊക്കെ അന്ന് ആളുകൾ വിചാരിക്കുകയും എന്താണ് ഇതെന്നറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ 60 കാലഘട്ടത്തിൽ വരെ ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ ക്രൈം നോവലുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ കണക്കാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം കോട്ടയം പുഷ്പനാഥ് സാറ് ആദ്യമായി മനോരാജ്യത്തിൽ എഴുതിയ ചുവന്ന മനുഷ്യൻ, അത് മനോരാജ്യത്തിൻ്റെ കോപ്പികൾ ഒരുപാട് വർദ്ധിപ്പിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ മലയാള കുറ്റാന്വേഷണ സാഹിത്യത്തിന് ജീവൻ വെച്ചത് എന്ന് തന്നെ പറയാം. പുഷ്പനാഥ് സാറിന് ശേഷം 60-ന് ശേഷം പിന്നീട് തോമസ് ടി എമ്പാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലെ യക്ഷി എന്ന് പറയുന്ന നോവൽ മനോരമ വാരാന്ത്യ പതിപ്പിൽ പബ്ലിഷ് ചെയ്തിരുന്നതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള എഴുത്തുകാർ
ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയുന്നത് ബാറ്റൺ ബോസ് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് പേര് ഈ രംഗത്ത് എത്തിപ്പെട്ടു. ഞാൻ NK ശശിധരൻ, വേളൂർ PK രാമചന്ദ്രൻ, TJ വളവി, അങ്ങനെ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വരികയും ഇവരുടെയൊക്കെ നോവലുകൾ വായനക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്നത്തെ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ കാലത്ത് വാരികകൾ ഏറെ ഉണ്ടായിരുന്നു. ഇന്ന് വിരലിലെണ്ണാവുന്ന അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അന്നത്തെ എഴുത്തുകാർക്ക് അഥവാ ഒരു നോവൽ ഫ്ലോപ്പായി പോയാലും അടുത്ത വാരികയിൽ വരുന്ന നോവൽ ഹിറ്റായാൽ അവസരങ്ങൾ ധാരാളം ലഭിക്കുമായിരുന്നു. ഇന്ന് അത്തരം അവസ്ഥ ഇല്ലാതായിരിക്കുകയാണ്. അങ്ങയുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് ലഘുവായിട്ട് ഒന്ന് പറയുവാൻ സാധിക്കുമോ? ഇത്ര വലിയ ആമുഖത്തിന് ശേഷം ലഘുമായ ഒരു കഥ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ബാബു? ഈ പുസ്തകങ്ങളുടെ ഒരു തുടക്കകാലം എന്ന് നമ്മൾ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഈ അപ്പൻ തമ്പുരാൻ്റെയൊക്കെ കാലത്തിന് ശേഷം പിന്നെ കുറേ മായാദാസൻ തുടങ്ങിയവർ ഷെർലക് ഹോംസിനെയൊക്കെ അധികരിച്ച് മലയാളത്തിൽ കഥകൾ എഴുതിയുള്ളായി. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞതുപോലെ ദുർഗാപ്രസാദ് ഖത്രിയുടെ ലാൽ പഞ്ച എന്ന് പറഞ്ഞ് ചുവന്ന കൈപ്പത്തി, പിന്നെ സഫേദ് സൈത്താൻ, അതാണ് പല ഭാഗങ്ങളായിട്ട് വന്നു, 4 ഭാഗമായിട്ട് വന്നു, വെളുത്ത് ചെകുത്താൻ. അപ്പോൾ അത്തരം കഥകൾ മലയാളത്തിൽ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നപ്പോൾ ഇദ്ദേഹം ഹിന്ദിയിലാണ് ആദ്യം എഴുതിയിരുന്നത്. അത് പിന്നെ മലയാളം വന്നപ്പോഴേക്ക് നല്ല സസ്പെൻസുള്ള കഥകളായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് മുഴുവൻ വായിക്കുമായിരുന്നു. നമുക്ക് മറ്റൊരു കഥകളേക്കാൾ കൂടുതൽ ഒരു അന്വേഷണാത്മകമായ കഥകൾ നമുക്ക് വായിക്കാനൊരു സസ്പെൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, കേട്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ, അതിനകത്തൊക്കെ അന്ന് വിമാനമൊക്കെ ഉണ്ട്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന രീതിയിൽ നീല പുക തുപ്പിക്കഴിഞ്ഞിട്ട് ഈ വിമാനത്തിനെ മറച്ച് കളയുന്നത് ഭയങ്കര സയൻസ് നോവലാണ് ഈ സഭയിൽ വെളുത്ത് ചെലുത്താനൊക്കെ. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു എന്താണെന്ന് പറയുന്നത്, നമുക്കൊരാശയം കൂടുതൽ ഇതൊക്കെ വളരെ എളുപ്പമാണല്ലോ എഴുതാനെന്നൊക്കെയാണ് വിചാരിച്ചെടുക്കുന്നത്. ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ. പിന്നെ നമ്മൾ എഴുതി ഉണ്ടാക്കി അങ്ങ് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുഷ്പ സാറിൻ്റെ നോവലുകൾ വരുന്നത്. അത് പിന്നെ തുടർച്ചയായിട്ട് അങ്ങ് വരുമായിരുന്നു. ചുവന്ന മനുഷ്യൻ, ഹിറ്റ്ലറുടെ തലയോട്, ഫറവോൻ്റെ മരണമുറി എന്നൊക്കെ പറയും. എല്ലാം സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇത്. അപ്പോൾ എനിക്കും തോന്നി ഇതുകൊണ്ട് എന്ത് എഴുതാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അതെപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കുന്നത്, ഞാനൊരു വളരെ ക്രൗഡായിട്ടുള്ള സ്ഥലത്തല്ല ജീവിച്ചിരുന്നത്. ഒത്തിരി ബന്ധുക്കളും ആളുകളും എന്നുള്ളതല്ല. ഞാനൊരച്ഛൻ, ബാക്കി ചെറിയൊരു കുടുംബമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഞാനിരിക്കുന്ന വീടിൻ്റെ സൈഡിലൊരു പാറയുണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് വായിക്കുമ്പോൾ 2 വശത്തും മലകളാണ്. കൊമ്പൻപാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് പുറകിൽ നിന്ന് സൂര്യൻ അസ്തമിക്കാൻ തോന്നുമ്പോൾ ഈ മലയുടെ നിഴൽ ഇങ്ങനെ താഴേക്ക് വന്ന് ഇത് സൂര്യൻ അസ്തമിക്കുന്നതനുസരിച്ച് ഈ നിഴൽ മുകളിലേക്ക് പോകും. അത് എൻ്റെ മുകളിൽ കിടക്കുന്ന താഴേക്ക് ഇളകി അവിടുത്തെ കുന്നശ്ശേരിക്കാരുടെ ഈ വയലിൻ്റെ മുകളിലുള്ള അതിനകത്ത് അന്നത്തെ പുല്ല് വാറ്റുക എന്ന് പറയും. നമ്മൾ തെരുവപ്പുല്ല, നമ്മൾ പുൽത്തൈലൊക്കെ എടുക്കുന്ന ആ ഒരു വാറ്റുവാരകളൊക്കെ മുകളിൽ ഇരിക്കുന്നു. അന്നേരമാണ് ഞാൻ ഡ്രാക്കുള കഥകളിലെ 1-2 പുഷ്പ സാറിൻ്റെ കഥകളാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അവിടെ പുല്ലുവാറ്റുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ? അതുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ ഉള്ളത് മറയൂർ ഭാഗത്തുള്ളത്. അന്ന് ആളുകൾ, സാധാരണ ആളുകൾ ഈ പുല്ല് വിതച്ച് കഴിഞ്ഞാൽ 1 വർഷം ആകുമ്പോഴത്തേക്കും നമുക്കത് വിളവെടുക്കാൻ നോക്കും. അപ്പോൾ അതൊരു തൊഴിലാണ്, ജനങ്ങൾക്ക് പെട്ടെന്ന് വരുമാനം കിട്ടുന്ന എല്ലാ സമയത്തും. എന്ത് പുല്ലാണ് വിതയ്ക്കുന്നത്? അത് തെരുവ് പുല്ലെന്നാണ് പറയുന്നത്. പുൽത്തൈലുണ്ടാക്കുന്നത്. അതൊന്ന് വിതച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കും. പിന്നെ റീപ്ലാന്റ് പെട്ടെന്നൊന്നും വരികയില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചിരിക്കുന്നു. അപ്പോൾ അന്നേരമുള്ള ഈ ഇദ്ദേഹം ഉണ്ടാക്കിയ പല കഥകൾക്കകത്ത് ഈ കാർപ്പാത്തിയൻ മലകൾ, വില്ലാച്ചി, അവരുടെ ഡിസ്ട്രിക്റ്റ്, അങ്ങനെയൊക്കെ ഇന്ന് വായിക്കുമ്പോഴാണ് എൻ്റെ തലയ്ക്ക് മുകളിൽ ഈ സാധനം കടന്നു പോകണത്.
അപ്പോൾ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ നിന്ന് കടന്നുവിട്ട് അപ്പുറം മല, അതിനകത്ത് ഒരു ചർച്ച്, അതിൻ്റെ അകത്തൊരു ഗവൺമെൻറ്. ഇനി ഞാൻ പഠിക്കാൻ പോയൊരു സ്ഥലത്തിന് മുകളിൽ അവസാനത്തെ കുരിശും മറച്ചുകൊണ്ട് ഈ നിഴൽ വന്നിട്ട് മൂടുമ്പോഴത്തേക്ക് മുഴുവൻ ഇരുട്ടായി. അതൊരു പുഷ്പ സാറ് പിന്നെയും കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദേവികുളത്ത് ജോലി ചെയ്ത് അധ്യാപകരായിരുന്നു. അത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കഥകൾ എഴുതുന്നത്. അതിന് പറ്റിയൊരു അന്തരീക്ഷം, അതുണ്ട് ഒരു ആംബിയൻസ് അതിന് നല്ലതായിരുന്നു. അപ്പോൾ ഞാനിത് എഴുതി വായിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ജെയിംസ് ബോണ്ട് കഥകൾ കാണുന്നത്. ജെയിംസ് ബോണ്ടിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്, കഥയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ നാഷണൽ ലൈബ്രറിയിൽ എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ അവിടെ ഉള്ളു. അത് വായിച്ചാൽ എനിക്കൊണ്ട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കുറേ ഒന്ന് വായിച്ച് നോക്കി ഇതിനകത്തോടെ പോകാൻ പറ്റുമെന്ന്, രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഇയാൻ ഫ്ലെമിംഗ് എഴുതിയ അയാളൊരു സ്പൈ ആയതുകൊണ്ട് അതിന് പറ്റിയ ലാംഗ്വേജിൽ ആ രീതിയിലാണ് ഇയാൻ ഫ്ലെമിംഗ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷാണ് താനോ. അപ്പോൾ ഇത് ഇങ്ങനെ വായിച്ചുള്ളൂ. അങ്ങനെയാണ് ടാറ്റാപുരം സുകുമാരൻ 2 പുസ്തകം മലയാളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഒന്ന് തണ്ടർ ബോളും മറ്റേ ഗോൾഡ് ഫിംഗറുമാണ്. ഗോൾഡ് ഫിംഗറാണ് എൻ്റെ കയ്യിൽ ആദ്യം കിട്ടുന്നത്. അപ്പോൾ ആ കഥയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്ന് കോമൺവെൽത്ത് രാജ്യങ്ങളാണ് എല്ലാം ഉള്ളത്. ഇതിൻ്റെ എല്ലാം കൺട്രോള് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ്. ബ്രിട്ടീഷ് രാജ്യമാണ് ഇത് മുഴുവൻ ഭരിക്കുന്നത്. ഈ കോമൺവെൽത്ത് രാജ്യം കിട്ടുന്ന സ്വർണ്ണമെല്ലാം കൂടെ ഇവർ ലണ്ടൻ ബാങ്കിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഗോൾഡ് ഫിംഗർ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും കൊള്ളയടിക്കാനും പോയിരുന്നില്ല, ലണ്ടൻ ബാങ്കാണ് കൊള്ളയടിക്കുക. അപ്പോൾ ഈ ലോകത്ത് ഇവരുണ്ടാക്കിയ സമ്പാദം മുഴുവൻ ഇയാളെ കഴിച്ചു മാറ്റുന്ന അതിനെ ജെയിംസ് ബോണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അയാളെ കഥയല്ലേ, അപ്പോൾ അവനെ നശിപ്പിച്ച് കളയണമല്ലോ. അതാണ് അതിൻ്റെ കഥ. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ പടങ്ങളൊക്കെ ഉള്ളു. ഭൂപടം എന്ന് പറഞ്ഞാൽ മുഴുവനൊന്നുമില്ല. ഇങ്ങനെ കാഴ്ചയിൽ ചേന പകുതി മുറിച്ച പോലെ ഒരു പടം കാണും. അത് ഓസ്ട്രേലിയ. ആ കാലത്തുള്ള ഓസ്ട്രേലിയയിലുള്ള 3 സ്വർണ്ണഖനികളെ പറ്റി ചെറിയ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. കാൾഗോർലി, കൂൾഗാർലി, കിംബർലി എന്ന് പറഞ്ഞു. ഇതാണ് അവിടുത്തെ ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനികളിലൊന്നായിരിക്കും അന്നത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ബ്രിട്ടീഷുകാർ ഇത് കീഴടക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നെല്ലാം സ്വർണ്ണം ഖനനം ചെയ്തിട്ട് ഈ സ്വർണ്ണമെല്ലാം ഒരു ട്രെയിനിൽ പെർത്ത് എന്ന് പറയുന്ന തുറമുഖത്തേക്ക് കൊണ്ടുവരും. ഈ അങ്ങനെ ഇത് അയക്കുന്നതെന്നും സ്വർണം കൊണ്ടുവരുന്നതെന്നും ആ പുസ്തകത്തിൽ 2-3 ലൈനിലായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് ഈ ലോകത്തുള്ള എല്ലാ കഥകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മോഷണമാണ്. ഇത് പക്ഷേ ഇത് അത് മോഷണമാണ് എന്ന് നമുക്ക് തോന്നിക്കാത്ത രീതി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ഡോക്ടർ സീറോ വായിച്ചിട്ട് എൻ്റെ കഥകളുടെ ഞാനുണ്ടാക്കിയ കഥകളുടെ പേര് ഡോക്ടർ സീറോ എന്നാണ്. ഇതൊരു ബോണ്ട് കഥയാണ്. ബോണ്ട് കഥയുടെ ഇയാൻ ഫ്ലെമിംഗ് എഴുതിയ ആദ്യത്തെ നോവലിൻ്റെ പേര് ഡോക്ടർ നോ എന്നാണ്. നോയും ഡോക്ടർ സീറോയിലേക്ക് വരാനുള്ള ദൂരം അതിൽ നിന്നാണോ ഈ ഡോക്ടർ സീറോ എന്നുള്ള ടൈറ്റിൽ കിട്ടിയത്? ഡോക്ടർ സീറോ എന്നുള്ള ടൈറ്റിൽ ഞാൻ ഓപ്പൺ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കൃത്രിമൊന്നുമല്ല. ഞാൻ കുറേ വലിയ ബുദ്ധിയുള്ളവനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ലെന്ന് നല്ല വിചാരം. വേറൊരാൾ കണ്ടുപിടിച്ചിട്ട് ഇത് അവിടെ നിന്ന് അടിച്ചെടുത്താന്ന് പറയും. വിവരമുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മൾ കൃഷ്ണൻ്റെയും കുജാലിൻ്റെയും കഥയിൽ നിന്ന് എടുത്തിട്ട് അയാൾ കഥ പറയുമ്പോൾ ഒരു സിനിമ വന്നിട്ടില്ലേ, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു പിടി കിട്ടുമല്ലോ. ചിലർ പറയും ലൈനികാന്തിൻ്റെ കഥയാന്ന് പറയും, ചിലർ പറയും വേറെ ആളുടെ കഥ പറയും, ചിലർ പറയും നമ്മുടെ കഥയാന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇൻസ്പിറേഷൻ ഇല്ലാണ്ട് നമുക്ക് ലോകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ. അല്ലെങ്കിൽ ആദ്യത്തെ സാധനം സിനിമ കണ്ടുപിടിച്ച് ഗ്രിഫിത്താണെങ്കിൽ ഇൻസ്പിറേഷൻ ചിലപ്പോൾ ആദ്യത്തെ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹമാണ് പല സാധനങ്ങളുണ്ട്. രണ്ടാമത് വന്ന് ഇതിനെ പിന്തുടർന്ന് വന്ന സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ അറിഞ്ഞിട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ സ്വർണ്ണമെല്ലാം തന്നെ ട്രെയിൻ പെർത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ട്രെയിൻ ഇടയ്ക്ക് വെച്ച് ഈ കപ്ലിംഗ് വേർപെടുത്തി അങ്ങ് വിട്ടിട്ട് ബാക്കി സാധനം വിട്ടിട്ട് ഈ ഡോക്ടർ നോ എന്ന് പറയുന്ന ഡോക്ടർ സീറോ ഇത് കംപ്ലീറ്റ് അടിച്ചു മാറ്റും. 8-10 ബോഗി നിറച്ചുള്ള സ്വർണം മുഴുവൻ അടിച്ചു മാറ്റും. ഇത് എങ്ങനെ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ കഥയിൽ വ്യത്യസ്തമല്ല, എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇത് മുങ്ങി, അതാണുള്ളത്. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ സ്വർണം പോയി മുങ്ങിപ്പോയി എന്നൊക്കെ അറിയാം. എവിടെ പോയി എത്ര മതി ഇവർക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ഇൻ്റലിജൻ്റ് ആൾക്കാരൊക്കെ ഉള്ളൂ. നമ്മൾ ഈ പത്രം നിങ്ങൾ അടിക്കുന്ന പത്രം വായിച്ചാലും നമ്മൾ മനസ്സിലാക്കുന്നു ഇത് എവിടെ പോയെന്ന് ഇതാരും കണ്ടുപിടിച്ചില്ല. കുറേ പേര് പറയുന്നു, ചോദ്യം ചെയ്യുന്നു, അങ്ങനെ ആർക്കും പറയാമല്ലേ. പക്ഷേ ഇതെവിടെ പോയി, വേറെ ഇത് മുങ്ങി, ആരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ, ആരിതെന്ത് സംഭവിച്ചു എന്ന്, എങ്ങനെ പോയി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലും ഉള്ളൂ ഈ കഥ. പക്ഷേ ഈ കഥ നമ്മൾ വായിച്ചിട്ട് ഇതിൽ എൻ്റെ
ലിറ്റിൽ ടീമിൻ്റെ തന്നെ ഈ ഈ പാട്രിക് ന്യൂറോൾ എന്ന് പറഞ്ഞ കഥാപാത്രം, അതൊരു ബോണ്ടാണ്. അയാളുടെ ഓഫീസ് ഈ ലണ്ടനിലെ പിക്കാഡിലി സ്ട്രീറ്റിലാണ്. ഈ ബോണ്ടിൻ്റെ കഥാപാത്രം ക്യൂ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, നോവൽ വായിച്ചുള്ളവർക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതൊക്കെ ഒരു സങ്കല്പമായിട്ടൊരു കളിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. അവിടെ ലണ്ടൻ എവിടെയാണെന്നോ എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ കുറേ നമുക്കൊരു ഗുണം ചെയ്തത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണത്തിനകത്ത് ഈ ഇത് പറയുന്നുണ്ട്. ലണ്ടൻ നോട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിനുണ്ട്. അത് നമ്മൾ 4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചില റൂട്ടുകളെ പറ്റിയൊക്കെ പിടികിട്ടും. അത്ര മതിയാണ് നമുക്ക്. അപ്പോൾ അത് വെച്ച് നമുക്കത് ഓസ്ട്രേലിയയിൽ എന്തുള്ളത്, അവിടെ എയർപോർട്ടുകളും നമുക്കറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിയാവുമോ എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ 52 വർഷം മുമ്പുള്ള അടിമാനില്ല, 3-4 ബസ് മാത്രമേ അങ്ങോട്ട് വരുന്നുള്ളൂ. ഞാൻ തന്നെ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ മറ്റേ ഈ പലചരക്ക് സാധനം മേടിച്ചുകൊണ്ട് വരുന്ന കടലാസിൽ നോക്കിയിട്ടാണ് മലയാളം വായിക്കുന്നത്. പുസ്തകമൊന്നും ഞങ്ങളുടെ അടുത്തേക്കൊന്നും മാസിക പത്രങ്ങളൊന്നും വന്നിട്ടില്ല. ഉണ്ടാവായിരിക്കും, നമുക്ക് നമ്മളാരും ആ പരിസരത്ത് ആരും പത്രം വരുത്തുന്നില്ല. പിന്നെ പത്രം കാണുന്നത് ചായക്കടയിൽ പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളുകളുടെ പേര് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷുകാരന് മത്തായി എന്ന് പേരിടാൻ പറ്റുമല്ലോ, അപ്പോൾ വേറെ പേരുകൾ കണ്ടുപിടിക്കണം. അതൊക്കെ ഒരു റിസ്ക്കിയാണ്. അപ്പോൾ അതിൽ ലൈബ്രറിയിൽ നിന്നിട്ട് മുഴുവൻ പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ചേരാവുന്ന പേരുകളൊക്കെ നമുക്ക് പിടിച്ചിട്ട് അങ്ങനെ എഴുതിയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ബേസിക് ഒരു സാധനം പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കഥയുടെ ഒരു തുടക്കം. അത് തുടക്കം വന്നപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്ക് കൂടുതൽ ആളുകളുമായിട്ടുള്ളൊരു പരിചയം കുറവായതുകൊണ്ട്, ബന്ധങ്ങളും അവിടുത്തെ പ്രേമവും അതും ഇതും അറിയാൻ മേലാത്ത കാരണമുണ്ട് ഞാൻ ഈ കഥകൾ മുഴുവൻ വിദേശത്താക്കി. അവിടെയൊക്കെ ഇംഗ്ലീഷ് സിനിമ എന്ന അടിമാലി തിയേറ്ററിൽ വരുന്നില്ല, അവർ മലയാളവും തമിഴും വരുന്നുള്ളൂ. അപ്പോൾ ആ കഥയെടുത്ത് ആദ്യം ഡോക്ടർ സീറോ ഇറക്കി, പിന്നെ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന പോലെ ഇറക്കി. ഇത് മാമാങ്കത്തിലാണ് വന്നത്. മാമാങ്കം വീക്കിലേക്ക് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ ജോസ് ജേക്കബ് എന്നോ മറ്റ് ഒരാൾ, അദ്ദേഹം എഡിറ്റർ, അദ്ദേഹം എനിക്ക് അത് നോവല് കൊള്ളാൻ കുഴപ്പമില്ല, നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു മുറിക്കാനും ഷർട്ടും ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെന്നെ കണ്ടതും കൂടെ പുള്ളിക്കാകെ അവർക്കാകെ പ്രശ്നമായി. ഈ ഡോക്ടർ സൂറോ പോലെ ഒരു നോവൽ ഈ പയ്യനെ എഴുതുമെന്നുള്ള, അന്ന് എനിക്ക് 19 വയസ്സൊക്കെ ഉള്ളൂ, ഇത് എഴുതുമെന്നുള്ള ഒരു പ്രശ്നമായി. അപ്പോൾ അവർ പറഞ്ഞു ഏത് ഇംഗ്ലീഷ് നോവലിൽ നിന്ന് അടിച്ച് ഇത് പകർത്തി എഴുതിയതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പകർത്തി എഴുതാൻ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടുള്ളൂ ഇത് പകർത്താൻ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇന്നതാണ് എൻ്റെ സാഹചര്യം, ഇങ്ങനെ വെച്ച് ഞാനൊരു നമ്മുടെ ഒരു പൊട്ടക്കള്ളൻ മാവിലെറിയുന്ന പോലെ ഒരു കളിയായിരുന്നു തോന്നുന്നത്. എന്തായാലും അവർ ഈ റിസ്ക് എന്തായാലും വന്നാൽ നിങ്ങൾ ഏറ്റെടുത്തോളം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏറ്റെടുക്കാം. അപ്പോൾ അതിനെന്താ, അപ്പോൾ അത് അടിച്ചു വന്നു കഴിഞ്ഞ ശേഷം ഇതന്ന് കോട്ടയത്ത് ഈ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുന്ന കാലം, അന്ന് ഏറ്റവും കൂടുതൽ മനോരമ അടിക്കുന്നുണ്ടാവാം, പക്ഷേ ആളുകൾ കൂടുതൽ ഞങ്ങൾ ഹൈറേഞ്ച് ശ്രദ്ധിക്കപ്പെടുന്ന മനോരാജ്യമാണ്, മംഗളമൊന്നും അന്ന് വന്നിട്ടില്ല. പിന്നെ വന്നു തുടങ്ങിയത് ഈ മനോരാജ്യ നടത്തുന്ന ഇതിനെ വിളിച്ചിട്ടൊരു ബന്ധുവായിട്ടായാലും മറ്റേ ആൾ വന്നത്, അദ്ദേഹമാണ് ഈ മാമാങ്കം അടിക്കുന്നത്. പിന്നെ മംഗളം നടത്തുന്ന ഡോക്ടറുടെ ബന്ധു വന്നിട്ട് ഇത് മേടിച്ചു, ഇതാൾ മേടിച്ചിട്ട് പിന്നെ കുറേ നടത്തിപ്പോയി. പക്ഷേ ഇത് ഒത്തിരി ആളുകൾ ശ്രദ്ധിച്ചു. കുറച്ച് സ്ഥാപനങ്ങൾ വരികളുള്ളപ്പോൾ ഒരു നോവൽ വരുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ആദ്യകാലത്ത് ഒരു നോവൽ, ഒരു സിനിമ, ഒരു പുതിയ പുസ്തകം ഒത്തിരി ശ്രദ്ധിക്കും. ഇപ്പോൾ ഡ്രാക്കുള തന്നെ ഇദ്ദേഹം പറഞ്ഞാലും ഡ്രാക്കുള ഇബ്രാഹിം ബ്രോം സ്റ്റോക്കറിൻ്റെ ഈ കഥ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു. കാര്യം അന്നത്തെ സാധനം ഇത് മാത്രമേ ഉള്ളൂ, ഒരു ഹൊറർ സാധനം. രണ്ടാമത് മേരി ഷെല്ലിയും ഫ്രാങ്കസ്റ്റീൻ എഴുതിയ വാമ്പയറും മേരി ഷെല്ലിയുടെ ഫ്രാങ്കസ്റ്റീനും മാത്രമേ ഉള്ളൂ. അതും ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ ഡ്രാക്കുള വായിച്ചാൽ നമ്മൾ വായിക്കുകയില്ല. കാര്യം വെച്ചാൽ അതിനേക്കാൾ ഭയങ്കര ഹൈ ഡോസിലുള്ള നോവലുകൾ, ഹൊറർ സാധനങ്ങൾ, ഞാൻ തന്നെ 10-20 ഹൊറർ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആളുകളെ നമ്മളങ്ങ് ഇരുത്തുക എന്നുള്ളതാണ്. വീക്കിലിയുള്ള നോവലും നമ്മളൊരു മുഴുവൻ നോവലും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ നോവലും നമ്മൾ വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് മറിച്ച് നമ്മളങ്ങ് പോകും. വീക്കിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ അടുത്ത അധ്യായത്തിന് ഒരാഴ്ചത്തെ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ എൻ്റർ കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് കാണാൻ വേണ്ടിയ രീതിയിൽ ഇത് പൂട്ടിയിടുമായിരുന്നു. അവരെ കൊണ്ടുവന്നിട്ട് ഈ ആകാംക്ഷയുടെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നത്. മറ്റേ കണ്ടിന്യൂസ് ചാപ്റ്റർ നമുക്ക് ആദ്യമധ്യാന്തം സസ്പെൻസ് ഉള്ളൊരു കഥയുണ്ടെങ്കിൽ നമുക്കൊരു നോവൽ എഴുതാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിത് അതെല്ലാം. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം നോക്കണം.
4 വീക്കിലികൾ വരുമ്പോൾ 4 എഴുത്തുകാരും ഉണ്ടാകും. അന്ന് ഞാൻ എഴുതുന്ന സമയത്ത് പുഷ്പ സാറുണ്ട്, തോമസ് ചെമ്പാട്ട് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിരിമിടുകാരനാണ്, ഞാൻ അടിമാലിക്കാരനും. ഇടുക്കിയിലുള്ള 2 അറ്റത്താണ് ഈ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കും ഓരോരുത്തർ എഴുതുന്നത് എന്താണ് അവരുടെ പാറ്റേൺ, എന്താണ് ഒരു ശൈലി വായിച്ചു വെക്കുന്നത്. നമ്മൾ അവരുടെ ശൈലി വരാതിരിക്കാൻ വേണ്ടി മാറിപ്പോയി അങ്ങനെയാണിത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ആപ്ഷടത്ത് എന്ന് പറഞ്ഞ നോവൽ വന്നു. അതും ഒരു സയൻസ് രീതിയിലുള്ള മനുഷ്യനോ രത്നങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവനത് എനർജിയാക്കി മാറ്റി അറ്റ്ലാന്റിക്കിലുള്ള ഒരു സബ്മറൈനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇത് പോലീസുകാർക്കൊന്നും പിടി കിട്ടുമല്ലോ, ഒരു ഇൻ്റലിജൻസിനും പിടി കിട്ടുകയില്ല. അപ്പോൾ ഞാൻ ലോകത്തിലുള്ള സ്പൈ ആളുകളെ പറ്റിയൊക്കെ ഉള്ള വിവരങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നടന്നു പോകുന്ന ഒരു നോവലാണ് ആഫ്റ്റർ. പിന്നെ സ്പാനർ, പ്രൊഫസർ തൊറൈസി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നോവലുകൾ വന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദീപികയിൽ ക്രോമാഗ്നൻ എന്ന് പറഞ്ഞ നോവൽ, അത് ആദ്യ കാലത്ത് നമ്മൾ മനുഷ്യ പരിണാമം വന്ന് തുടങ്ങിയിരുന്ന കാലത്തുള്ള ക്രോമാഗ്നൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പറഞ്ഞു തരുന്നപ്പോൾ ദീപികയിൽ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ 2-3 അവിടെ തന്നെ ജോലികൾക്കാർ പറഞ്ഞത്, ഞാൻ തോമസ് ചെമ്പാട് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോൾ തോമസ് പറയും നല്ലതാണ്. അദ്ദേഹത്തിന് ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ കഥാപാത്രമുള്ളത്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ സ്ത്രീകളെ പിടിച്ചെടുക്കാനുള്ള ബുദ്ധി ഭയങ്കര രീതി തോമാച്ചനുണ്ട്. അപ്പോൾ ഈ നാടൻ കഥകളാണ് പറയുന്നത്, തോമാച്ചൻ പരിചയമുള്ള കഥകളാണ് ഹൈറേഞ്ചൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നോവല് ദീപിക വരണുള്ളതെന്ന് പറഞ്ഞു. അതാരും വായിക്കുന്നു, അതെന്ത് സയൻസ് അങ്ങനെ അതാണുള്ളത്, ഏതാണ്ടൊന്നും മനസ്സിലാവുന്നില്ല. പ്രൊഫസർ അന്ന് ദീപികയ്ക്ക് പ്രചാരം തീരെ കുറവായിരുന്നോ? ഏതാ ദീപികയ്ക്ക് അന്നത്തെ കാലത്ത് പ്രചാരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ നോവലുകളും വായിക്കുന്നില്ല എന്നാ. ഈ സയൻസും അതും ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരന്ന് വായിക്കുന്നില്ല എന്ന്. ഇതാണ് റൂട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇരുന്നിട്ടാണ് മംഗളത്തിനകത്ത് നമ്മൾ വാറണ്ട് ചോരയ്ക്ക് നിറം ചുവപ്പെന്ന് പറഞ്ഞ നോവൽ, പക്ക തറ നോവല. തറ എന്ന് നമ്മൾ പറഞ്ഞാൽ അന്നേരം പറഞ്ഞു ഇതാണ് സ്റ്റാൻഡേർഡ് നോവലുകൾ നമ്മൾ വായനക്കാർ പറയും. നമ്മൾ ചിലപ്പോൾ തലയെ കൈവച്ച് നോക്കണം, ഇതിന് സ്റ്റാൻഡേർഡെന്ന് ആളുകൾ പറയാൻ തുടങ്ങിയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവന് വേണ്ടത് അതാണ്. നമ്മൾ ദോശ തിന്നുന്ന ഒരു കസ്റ്റമർക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പിസ്സ കൊണ്ടുവച്ച് അവന് ഇഷ്ടപ്പെടുകയായിരിക്കും. ആ രീതിയിൽ നമ്മളതിനെ മാറ്റിയെടുത്തു. നിങ്ങളത് ശരിയെന്ന് പറയുകയോ തെറ്റെന്ന് പറയുകയോ ചെയ്യാം, ഓരോന്നിനും ഓരോ കാഴ്ചപ്പാടില്ല. പിന്നെ ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ വീക്കിലികളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ ഒന്നും അല്ല പ്രശ്നം, നമ്മുടെ കസ്റ്റമേഴ്സാണ്. വായനക്കാർ വായിച്ചാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കഥയും കഥാതന്ത്രങ്ങളും അതിനുവേണ്ട ഡ്രാമയും ഒക്കെ ഈ കഥയിൽ ചേർത്തിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്താ ബാബു, അങ്ങനെയല്ലേ? ശരിയാണ്. അതെ. മൊത്തം എത്ര നോവല് ബോസായിട്ട് എഴുതിയിട്ടുണ്ട്? ഏതാണ്ടൊരു മുഴുവൻ കണക്കില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു 200-240 നോവലുകളത്തോളം എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് ചിത്രകഥകളുണ്ട്, ഒരു വേള നോവലുണ്ട്. ഇദ്ദേഹം എന്നോട് മകളുടെ പറഞ്ഞു ഇപ്പോൾ ചിത്രകഥ എഴുതുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ എന്ത് സാധനം ഫീഡ് ചെയ്താലാണ് ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി ഇത് ആളുകൾ വായിക്കണം അങ്ങനെയൊന്നുമല്ല. ആളുകൾക്ക് എന്ത് വേണം അത് നമ്മൾ കൊടുക്കുന്നു. എങ്ങനെയായിരുന്നു ബാബു ജിയുടെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബോസേട്ടൻ പറഞ്ഞ പോലെ തന്നെ കോട്ടയം പുഷ്പനാഥിൻ്റെ പാരലൽ റോഡാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അത് ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പുഷ്പ സാറിൻ്റെ നോവലുകളോടുള്ള അമിതമായ താല്പര്യം കാരണം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 50ഓളം നോവലുകൾ ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചു. പണം കൊടുത്ത് വാങ്ങിച്ചെന്ന് പറയാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, വീട്ടിൽ ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. തെങ്ങ് അന്ന് ഒരു തേങ്ങയ്ക്ക് 1978 കാലഘട്ടത്തിലെയാണ് ഞാനീ പറയുന്നത്. തെങ്ങ് ഒരുപാടുണ്ട്, തെങ്ങിൽ ഒരുപാട് തേങ്ങയുണ്ട്. ഒരു തേങ്ങയ്ക്ക് 1 രൂപ വില കിട്ടും. ഞാൻ ഈ തെങ്ങ് കയറിയിട്ട് ഓരോ കൊലയെന്ന് അച്ഛൻ കാണാത്ത രൂപത്തിൽ ഓരോ തേങ്ങ പിരിച്ചത് കടിച്ച് പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങും. താഴെ ഇറങ്ങിയിട്ട് അതൊരു ചാക്കിനകത്താക്കി ഞങ്ങളവിടെ ജോർജ് ചാൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്, തേങ്ങ കച്ചവടമാണ്, കൊപ്ര കച്ചവടമൊക്കെ ഉള്ളതാണ്. ഇദ്ദേഹത്തിന് ഒരു 10 തേങ്ങയാകുമ്പോൾ 10 തേങ്ങ പിരിക്കും 2 ദിവസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ 10 രൂപ കിട്ടും.
ഈ 10 രൂപയും കൊണ്ട് ആ സ്കൂളിലെ 2 പുസ്തകം കൂടെ കക്ഷത്തി വെച്ചിട്ട് നേരെ കോഴഞ്ചേരി വരും. അന്ന് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പ്രൈവറ്റ് ബസ്സിന് 25 പൈസയുള്ളു അത് കൺസെഷൻ ടിക്കറ്റ്. നേരെ തിരുവല്ല വരുമ്പോഴേ അന്നത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. ബുക്ക് സ്റ്റാളെന്ന് പറഞ്ഞാൽ ഡെസ്ക് ഇട്ട് വെച്ച് പുസ്തക കച്ചവടം നടത്തുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ച് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇത് ഞാൻ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 10ാം ക്ലാസ്സിലാകുന്നു. ഞങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ വരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഒരു 2ാം നിലയിലാണ്, ഒരു തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടമാണ്. അന്ന് ഈ ടി വി എന്ന് പറഞ്ഞാൽ എന്തോന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു ബോർഡിൽ ഒരു ചതുരം വരച്ചിട്ട് ടി വി ആയിട്ടൊക്കെ അങ്ങ് സങ്കല്പിച്ചു. ഈ ഒറ്റ കുട്ടികളെയും എക്സാമിനേഷന് വിട്ടില്ല. ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്ന് പുസ്തകം വായിച്ച് അവസാനം ഞങ്ങളുടെ എച്ച്.എം വന്ന് പിടികൂടി. എന്തായാലും പണിഷ്മെൻ്റ് ഒന്നും തന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനോടുള്ള പുസ്തകത്തിൻ്റെ അമിതമായ ആ ഒരു താല്പര്യമാണ് വാസ്തവത്തിൽ എന്നെ ഈ എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. അത് മാത്രമല്ല ബോസേട്ടൻ്റെ ആദ്യകാല നോവലുകളും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഞാനൊരു നോവൽ എഴുതി ഈ പറഞ്ഞ പോലെ മാമാങ്കത്തിൽ കൊണ്ട് കൊടുത്തു. മാമാങ്കത്തിൽ കൊണ്ട് കൊടുത്തപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞ് കാണും, അവിടെ നിന്നൊരു ലെറ്റർ വരുന്നു, ഈ നോവൽ ശരിയാകത്തില്ല, മറ്റൊരെണ്ണം എഴുതിക്കൊണ്ടുവരാൻ. ഇതുവരെ സ്ഥിരം എല്ലാ എഴുത്തുകാരോടും പറയുന്ന കാര്യമാണ് ഞാൻ പിന്നീട് അറിയുന്നത്. അങ്ങനെ പക്ഷേ ആ നോവൽ അന്ന് യൂഫേരി എന്നും പറഞ്ഞൊരു സായനപത്രമുണ്ട് മാമാങ്കത്തിന്, അവരതിലടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേ ഈ കല്ലിൻ്റെ പാറകൾക്കിടയിലൂടെ ഒരു സസ്യം കിളിർത്ത് പുറത്തേക്ക് വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. അതേ ഒരവസ്ഥയായിരുന്നു അന്ന് എൻ്റേത്. ബാറ്റൺ ബോസെ, തോമസ് ടി എമ്പാടെ, കോട്ടയം വിശ്വനാഥ്, വേളൂർ പി കെ രാമചന്ദ്രന്, ടി ജെ വളവി, ഇവരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവർക്കിടയിലൂടെ എൻ്റെ ഒരു നോവൽ പുറത്ത് വരണേ കുറേ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം ഞാൻ അതിന് കണ്ടെത്തിയ ഒരു മാർഗ്ഗം, അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം ചോദിക്കുന്നത് വേറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം ചെറുകഥ എഴുതുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് ചെറുകഥകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മംഗളത്തിൽ ഒരു 17ാമത്തെ വയസ്സിൽ ഞാനൊരു ബാലനോവൽ എഴുതിയായിരുന്നു, ഗുരുദക്ഷിണയെന്നും പറഞ്ഞ്. അത് ശരിക്കും വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെമ്പകത്തിൽ വേറൊരു ബാലനോവൽ എഴുതി. ഈ സമയത്താണ് തോമസ് ടി എമ്പാടിൻ്റെ ജനനി ക്രൈം വാരിക ഒരു അവാർഡ് മത്സരം നടത്തി. അപ്പം ഞാൻ അതിൽ 25 ചാപ്റ്ററുള്ള ഒരു നോവൽ എഴുതിക്കൊണ്ട് കൊടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് മറുപടി ഒന്നും കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്നു. അന്ന് എന്തോ ടൈറ്റസ് കെ വിളയിലോ മറ്റോ എഡിറ്റർ എന്നോട് പറഞ്ഞു, ഇത് പോരാ, അതുകൊണ്ട് ആർക്കും അവാർഡും കൊടുത്തില്ല അവർ, അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാനിത് നോക്കിയപ്പോഴേ ഇതിൽ 10ൽ 6 എന്ന മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാസ് മാർക്കാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞാൻ കൊണ്ട് നേരെ ചെമ്പകത്തിൽ കൊടുത്തു. ചെമ്പകത്തിൽ അത് വായിച്ചു നോക്കി. അന്ന് രാജു തുരുത്തിയാണ് എഡിറ്റർ. വായിച്ചു നോക്കിയിട്ട് കൊള്ളാം, ഞങ്ങൾ ഇട്ടോളാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസം വന്നില്ല. എന്തായാലും വേണ്ടതല്ല, മറ്റേ ബാലനോവൽ തീർന്നതിൻ്റെ അടുത്ത ലക്കം ഈ റെസീറ്റ് തുടങ്ങുകയായിരുന്നു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് ചെമ്പകത്തിൽ തന്നെ ഏതാണ്ട് 10-12 നോവലോളം എഴുതി. ഒരു നോവൽ തന്നെ 5 ഭാഗം എഴുതിയായിരുന്നു. റെസ്റ്റ് ഹൗസ്, റെഡ് വാറൻ്റെ, 3-ാം വരവ്, വമ്പൻ, അങ്ങനെ ഒരു നോവൽ 5 ഭാഗമായിട്ട് എഴുതിയായിരുന്നു. അതിനുശേഷം നേരെ മംഗളത്തിൽ പോയി എഴുതുന്നു. സ്രാവ് ഹിറ്റായി. അതിൻ്റെ പുറകെ ധ്രുവൻ വന്നു, പടമുഖം, പടയോട്ടം എല്ലാം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോരമയിൽ നീണ്ടകര തുടങ്ങുന്നത്. നീണ്ടകര തുടങ്ങി, നീണ്ടകര കുഴപ്പമില്ലാതെ പോയി. ഫ്രാൻസിസ് സാർ വന്നു. അന്നേരമാണ് കോഴിക്കോട് പോയിട്ട് ബംഗ്ലാദേശ് കോളനിയെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു നോവൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി എല്ലാം കണ്ടു. പക്ഷേ അവിടുത്തെ അവസ്ഥ മുഴുവൻ നമുക്ക് നോവലിൽ തുറന്നെഴുതാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് തന്നെ ഭയങ്കര വിമർശനം വന്നു. കാരണം ബംഗ്ലാദേശ് കോളനി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഈ പേര് മാറ്റാൻ ഞങ്ങൾ തന്നെ ഇത് ശാന്തി നഗർ എന്ന പേര് മാറ്റിയേക്കാണ്. ആ സമയത്താണ് മെഴുവേലി ബാബുജി മനോരമയിലെ ബംഗ്ലാദേശ് കോളനി എന്നും പറഞ്ഞ് നോവൽ എഴുതുന്നു എന്നും പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ ആരോ ഒരു ഫീച്ചർ ചെയ്ത്. അത് ഫ്രാൻസിസ് സാർ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, സാരമൊന്നുമില്ല, അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു.
ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം, എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു. കൃഷി ചെയ്തായിരുന്നു, അത് സുഖമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാം. ആ സമയത്താണ് ഞാൻ എഴുതുന്നത്. അന്ന് ഒരു ഷീറ്റ് പേപ്പറിന് 10 പൈസയുള്ളൂ. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 ഷീറ്റ് പേപ്പർ കിട്ടും. രസം അതല്ല, ഞാൻ ഈ കഥ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ അയക്കും. അന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഫ്രം അഡ്രസ്സ് വെച്ച് നമ്മൾ അയച്ചു കൊടുക്കണമെന്ന്. കൃത്യം 3-ാം ദിവസം ഇത് തിരിച്ചിങ്ങി വരും. ഞാൻ സ്റ്റാമ്പ് പൊട്ടിച്ചല്ലി വെച്ചേക്കുന്നേ, തിരിച്ചിങ്ങി വരും. ഒരു ദിവസം അച്ഛൻ മുക്കിനി വന്നപ്പം, അന്നത്തെ നാട്ടുകാരല്ലയോ, അന്ന് ഈ ജോലിയുള്ളവരെന്ന് പറഞ്ഞാൽ എൻ്റെ മെഴുവേലി പഞ്ചായത്തിൽ 10 പേര് താഴെ കാണത്തുള്ളൂ. തൻ്റെ മോനെ ഈ എന്തിനാണോ ഈ പൈസ എല്ലാം കൂടെ കളയുന്നത്, മറ്റേതാ മറിച്ചതാണെന്നും പറഞ്ഞിട്ടേ അച്ഛനെ ചൂട് കയറ്റി. അച്ഛൻ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം. എന്നെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിട്ട്, നീ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊരു ചാക്കെടുത്ത്, താഴെ ഒരു പാടമാണ്, പാടത്തിൻ്റെ കരയ്ക്ക് തോടുണ്ട്. ഈ തോടിൻ്റെ സൈഡിൽ വീട്ടിലേക്ക് വരുന്ന കുറേ നീളത്തിൽ, ഇവിടുന്ന് ഇല്ല കാണുന്ന ഷെഡ്, അത്രയും നീളത്തിൽ പടിപടിയായിട്ടുള്ള വഴിയാണ്. ഞാൻ ഈ ചാക്കും കൊണ്ട് ചെന്ന് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ചാക്ക് വിരിച്ച് അവിടെ കിടന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. എന്നിട്ട് ഞാൻ എഴുത്ത് നിർത്തിയില്ല. ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം കൊണ്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ ആദ്യമായിട്ട് കിട്ടിയതാ കേട്ടോ. അച്ഛൻ സ്മോൾ അടിക്കുമായിരുന്നു, അച്ഛൻ കൊണ്ടുപോയി സ്മോൾ അടിച്ചോളാം. അങ്ങനെ പിന്നീട് അച്ഛൻ എന്നെ എഴുതുന്ന കാര്യത്തിൽ വിലക്കിയിട്ടേ ഇല്ല. ബോസേട്ടന് എൻ്റെ ഈ ആദ്യ നോവൽ വരുമ്പം അതിനകത്തൊരു ഡിക്റ്റേറ്റീവ് ഉണ്ടെന്നല്ലാതെ കാര്യമായ പ്രാധാന്യം ഞാൻ കൊടുത്തില്ല. കാരണം ആ ഒരു കാലഘട്ടം, ഒരു 88-90 കാലഘട്ടം ആയപ്പോഴത്തേന് ഈ ഡിക്റ്റേറ്റീവ് നോവൽ മാറിയിട്ട് ഈ ആക്ഷൻ ക്രൈം നോവലുകളിലേക്ക് എല്ലാവരും ചൂട് വെച്ചല്ലോ. അങ്ങനെ വന്നാണ് ഞാൻ റെസീറ്റ് എഴുതിയത്. റെസീറ്റ് എഴുതി ഇങ്ങനെ വന്ന് കുറച്ച് കഴിയപ്പോൾ എനിക്കൊരു തോന്നൽ, ഇത് പോരാ, യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതണം. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയി. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് റോഡിൽ തളം കെട്ടി കിടക്കുന്ന ചോരയാണ്. ഒരു മനുഷ്യനെ വെട്ടിയിട്ട് അയാളുടെ മുഖം തിരിഞ്ഞ് പുറത്തോട്ട് വീണാണ് മരിച്ചത്. ആ ചോര കണ്ടിട്ട് അവിടെ ഒരു കുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു ആൾ വന്ന് കൂടെ, മംഗളത്തിൻ്റെ ഒരു അവിടുത്തെ ജില്ലാ ലേഖകനുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള ഒരാളും കൂടെ എൻ്റെ കൂടെ വന്ന്. അപ്പോൾ കുന്നെന്ന് പറഞ്ഞാൽ ഈ ചെങ്കല്ല് ഭാഗിയേക്കാണ് കുന്നിലേക്ക്. ആ റോഡ് മുഴുവൻ ചെങ്കല്ല് ഭാഗിയേക്കാണ്. പകുതി കയറി കഴിഞ്ഞപ്പം ഇന്ന് എൻ്റെ അനന്തരത്തിയുടെ വിവാഹ നിശ്ചയമാണെന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടം അയാൾ. അപ്പോഴേ നമുക്ക് അപകടം മണത്തു. എന്തായാലും ഞാൻ എൻ്റെ കൂടെ വന്ന പുള്ളിയോട് നമുക്ക് കുറച്ചുകൂടെ കയറാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കയറി കുന്നിൻ്റെ മുകളിൽ ചെല്ലുമ്പം അപ്പുറത്തിങ്ങനെ വെട്ടി താഴ്ച പോലെ ചെങ്കുത്തായ, എനിക്ക് തോന്നുന്നൊരു 10-500 അടി താഴ്ച കാണും അപ്പുറം. ഈ ഭാഗത്തോട്ട് ആരും പോകത്തില്ല. കാരണം ഇവിടെ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ബോംബുണ്ടാക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് മറ്റേ ആൾ പോയത്. ഈ നമ്മൾ കയറി ചെല്ലുമ്പം അവരവിടെ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ ഒരൊറ്റ ഏറ് തരും. എന്നിട്ട് ഈ താഴെ കുഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ എടുക്കാൻ തന്നെ വലിയ പാടാണ്. അങ്ങനെ അത് കണ്ടു തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ആ ഒരു ഭീകരാവസ്ഥ ഞാൻ ചിന്തിക്കുന്നത്. ഈ സ്ത്രീകളൊക്കെ വീടിൻ്റെ പുറത്തിറങ്ങിയെന്ന് കാറ് പോകുമ്പോൾ എത്തി നോക്കുക. ഇങ്ങനെ പുരുഷന്മാരെ ഒന്നും വെളി കാണാനുമില്ല. ഞങ്ങൾ പോയ സമയത്ത് തൊട്ട് ഒരു പോലീസിൻ്റെ വണ്ടി ഒരു കൃത്യമായ അകലെ വിട്ട് ഞങ്ങളുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങളെ പരിചയമില്ലല്ലോ അവർക്ക്. അപ്പോൾ ഞങ്ങൾ ആരാണെന്ന് അവർക്ക് അറിയണം. പക്ഷേ ഞങ്ങൾ തിരിച്ച് ഈ ടൗണിൽ വരുന്നത് വരെ ഈ പോലീസ് വണ്ടി പിന്തുടർന്നു. അത് വെച്ച് ഞാനൊരു നോവൽ എഴുതി. സർവാധിപൻ എന്നായിരുന്നു ആ നോവലിൻ്റെ പേര്. നോവൽ തുടങ്ങി 5 ലക്കമായപ്പോൾ ഈ നോവൽ നിർത്തണം എന്നും പറഞ്ഞിട്ട് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. ഒരു ദിവസം ഏതാണ്ട് 1000 ചില്ലുവാനും കോൾ വന്നു. പല നമ്പറിൽ നിന്ന് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ എനിക്കും വാശിയായി, നിർത്തുകയില്ലെന്ന് പറഞ്ഞു. സഭ്യമല്ലാത്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വന്നു. പിന്നെ അത് പത്രത്തിൽ വന്നു, 2 ചാനലുകളിൽ വന്നു. എൻ്റെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ നിന്നത്. ആ നോവൽ ഞാൻ നിർത്തിയത് ഏതാണ്ട് 90 ലക്കമായപ്പോഴാണ്. ഇന്നത്തെ ഒരവസ്ഥ അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം അതാണ്. നമുക്കിപ്പം ഇവിടെ മതാധിപത്യവും രാഷ്ട്രീയാധിപത്യവും കൊടികുത്തി വാഴുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്കൊന്നും എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എഴുത്തുകാരൻ സമൂഹത്തിൻ്റെ മുഖമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇന്ന് അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ തുറന്നെഴുതി കഴിഞ്ഞാൽ നമ്മളെ 6 അടി മണ്ണിൽ കൊണ്ട് അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. എന്താ ബോസേട്ടൻ്റെ അഭിപ്രായം? അങ്ങനെയുടെ അഭിപ്രായം ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മംഗളത്തിലൊരു നോവൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വില്ലൻ കഥാപാത്രമാണ്. അത് ദുബൈയിൽ നിന്ന് സ്വർണം ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അസീസ് എന്നാണ് പറയുന്നത്. ദുബൈ ബേസ്ഡ് ഒരു സെറ്റപ്പാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ മംഗളത്തിലേക്ക് ഈ ബാറ്റൻ ബോസ് എന്ന് എഴുതുന്നതല്ലാണ്ട് എന്നെയൊന്നും ആർക്കും അറിയാൻ മേല. അന്നേരം അത് മംഗളത്തിലേക്ക് ലെറ്റർ വന്നു. അപ്പോൾ അവിടെ നിന്ന് MG ഡാരേസ് എന്ന് പറഞ്ഞൊരു എഡിറ്ററുണ്ട്. അദ്ദേഹം ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നു. അത് ഞങ്ങളുടെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, നിങ്ങളെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത്. ഞാനിത് നമ്മളന്ന് ചെറുപ്പമല്ലേ, ഇപ്പോൾ ഇവരോട് നമ്മൾ മത്സരിക്കാൻ ആരായാലും നമ്മൾ തോന്നൂല്ലേ, മര്യാദയ്ക്ക് സമാധാനമായി ജീവിച്ചിരുന്നവർക്ക് ആര് പറഞ്ഞാലും ഒരു വിഷമം വന്നു. അപ്പം ഞാൻ ആ പുള്ളിയെ ഈ അസീസിൻ്റെ പേര് ഒറിജിനൽ പേര് രാമു ചാബ്രിയാന്ന് പോലീസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ട് രാമു ചാബ്രിയാക്കി. അത് ശരി. പക്ഷേ ഇന്നായിരുന്നു ഈ സംഭവം ഉണ്ടായെങ്കിൽ ആ പറഞ്ഞ പോലെ അതുപോലെ സംഭവിച്ചേനും. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ആ വഴിക്ക് പോയി പിന്നെ അത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പം നമുക്ക് മനുഷ്യൻ്റെ പേരിടാൻ പാടില്ല. ഇനി A എന്ന ആൾ B എന്ന ആളെ പ്രേമിച്ചു, B എന്ന ആൾ C എന്ന ആളെ പ്രേമിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഞാൻ മംഗളത്തിൽ ചെന്നപ്പോഴേ അന്ന് ഹക്കിം നട്ടാശ്ശേരി എഡിറ്റർ എന്നോട് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിലെ CI വിളിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ സാറേ? അല്ല എന്നോട് എന്തോ ഈ ബാബുജിക്ക് ഇത്രയും ദേഷ്യമെന്ന്. ഈ CIയുടെ പേര് ഇന്നതാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നോവലിനകത്തൊരു CIയുടെ പേര് വന്നു. അയാൾ ഇച്ചിരി മോശമായിരുന്നു. അപ്പോൾ ഈ മറ്റേ അദ്ദേഹം വിചാരിച്ചേക്കുന്ന പുള്ളിയെക്കുറിച്ച് ഞാൻ എഴുതിയെന്ന. അങ്ങനെ ഓരോ ചിന്തകൾ വന്നാൽ നമ്മളെന്ത് ചെയ്യും അല്ലേ? ഒരു കഥയുടെ നമ്മൾ പറയും പത്രപ്രവർത്തകന് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എഴുത്തുകാരനുണ്ടെന്ന്. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എഴുത്തുകാർ. നമ്മൾ കാര്യത്തോട് എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല കാര്യം. അത് മാത്രമല്ല അന്നേരം നമ്മളെ പിന്തുണയ്ക്കാനും ആൾ കാണത്തില്ല. അങ്ങനെ ഒരവസ്ഥയുണ്ട്. നമ്മളെ പിന്നെ ചെയ്തോ എന്ന് പറയുകയും ചെയ്യും. നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പിന്തുണയുമായിട്ട് കൂടെ നിൽക്കാൻ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അത് ഒരു കേസ് വന്നൊരു വക്കീൽ വരികയില്ല അതിനകത്ത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ട്. ഇനി എന്താ നമുക്ക് നമ്മൾ തന്നെ പറഞ്ഞപ്പോഴല്ലോ ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ബഹുമാന്യ സ്നേഹിതൻ, നിങ്ങൾക്ക് പരിചയമില്ലായിരിക്കും, ജോയിസി വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അടിക്കലേ. ഓക്കെ. അപ്പം സാർ ഒന്ന് അങ്ങനെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ചോദിച്ചോളൂ. മൈക്കൊന്നുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് സൈനുദ്ദീൻ, എടപ്പാൾ സ്വദേശിയാണ്. നമ്മൾ ഡിറ്റക്റ്റീവ് നോവൽ ചെറുപ്പം മുതൽ വായിച്ചിരുന്നു. ഈ ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെ വളരെ അടിപൊളിയാണ് സാർ. ഈ അതിനിടയ്ക്ക് നമ്മുടെ ഷെർലക് ഹോംസ് ആർതർ കോനൻ ഡോയൽ അതിൻ്റെ ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് അദ്ദേഹത്തിനോട് ചോദിക്കും, പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി പറയും. അത് അപ്പോയിൻമെൻ്റാണ്. ഈ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പോലെയാണ്. അതെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഡിറ്റക്റ്റീവ്, അതായത് കണ്ടെത്തുന്നത് എത്രയധികം റിയലിസ്റ്റിക്കാണ്. അതെ, വളരെ ബുദ്ധിപരമായ രൂപത്തിലുള്ള. പക്ഷേ അത് നമ്മുടെ മീഡിയാസൊക്കെ വരുന്നതിൻ്റെ മുമ്പാണ്. വെറും പേപ്പർ മീഡിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ അവരുടെ ഇൻവെസ്റ്റിഗേഷന് എന്തെങ്കിലും മുതൽക്കൂട്ടുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. കഴിയും. പക്ഷേ
അവരങ്ങനെ നമ്മളെ സഹകരിപ്പിക്കത്തില്ല. നമ്മളങ്ങനെ പോലീസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്താൽ, ഇന്നത്തെ ഒരവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാപ്പുസാക്ഷിയാകാം, പിന്നെ നമ്മൾ കോടതിയിൽ കയറണം. മാത്രമല്ല നമ്മളാണ് ഇത് പിന്നെ പറഞ്ഞതെന്നോ കണ്ടെത്തി കൊടുത്തതെന്നോ അവരൊരിക്കലും അംഗീകരിക്കത്തില്ല. അതൊരു അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ നോവലിനകത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അതെ അതെ തീർച്ചയായിട്ടും ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ചോദ്യമുള്ളൂ. ഈ എഴുത്തുകാർ ഇങ്ങനെ അവരുടെ ഒരു ജന്മനിയോഗം എന്താണെന്ന് തിരിച്ച് അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ അവർക്കെന്തെങ്കിലും കിട്ടുമോ? പൊന്നാടയോ കവറോ ഏതെങ്കിലും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കമ്മിറ്റി അംഗമെങ്കിലും ആക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മൗനം ഭജിക്കുമ്പോൾ അവരുടെ മൗനം ഭജിക്കൽ അവർക്ക് അംഗീകാരം കിട്ടാനുള്ള ഒരു അനർഹമായ അംഗീകാരം കിട്ടാനുള്ള ഒരു സോഴ്സായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നേരത്തെയുള്ള ആൾക്കാരൊക്കെ എഴുത്തച്ഛനെ പോലും നാട് കടത്തിയ ഒരു നാടാണ് നമ്മുടെ. അതെ, കാരണം അന്ന് പുള്ളി എഴുതിപ്പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതുമതിയായ പെണ്ണിനും പുസ്തകം വായിക്കാമെന്ന് പറഞ്ഞതായിരുന്നു മെയിൻ കുറ്റം. അതെ അതെ അന്നത്തെ കാലത്തിൽ അത് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുറേ ആൾക്കാർ ഒരു സ്റ്റേബിലിറ്റി, അതായത് സുകുമാർ അഴീക്കോട് മാഷ്, വി ആർ കൃഷ്ണയ്യർ സാറൊക്കെ പോയ പിന്നെ ആ രണ്ട് ഗ്യാപ്പും വലിയ ഗ്യാപ്പായിട്ട് നിൽക്കുക, ഫില്ല് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമ്മളെ ഇവർ ഒരാളോ രണ്ടുപേരോ എഴുത്തുകാർ പോലും ഒന്നിച്ച് നിൽക്കുന്നില്ല. അവരൊക്കെ ഈ ഇടയ്ക്ക് നിന്നുകൊണ്ട് അങ്ങാപ്പുറത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? വല്ല തീരുമാനമുണ്ടോ? മൊത്തം തീർന്നിട്ട് ഭൂമി കുലുങ്ങി ഇത് തീർന്നിട്ടേ ഇത് അവസാനിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സംശയം. നിങ്ങൾ ആത്മധൈര്യം, അതായത് ഒന്ന് തുപ്പാനാണ് അവർക്ക് പറ്റണമെങ്കിൽ തുപ്പിയതിന് ശേഷം അതിൻ്റെ വരുമ്പരാഴികൾ ഏറ്റെടുക്കാൻ നമ്മൾ കുറേ പേരെങ്കിലും തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. കുറേ പേര് ഈ അവാർഡുകൾക്ക് വേണ്ടി പിന്നെ വായടച്ചു കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങളാരും ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ജീവനുള്ളിടത്തോളം കാലം ചെയ്യത്തുമില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. ഞങ്ങൾ ഞാനൊക്കെ വായിച്ച അത് എഴുതിയ ആൾക്കാരൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ജോയ്സി ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഇതിൽ തന്നെയാണ് എഴുതിയൊക്കെ വരിക, ആ പേര് തന്നെ ഇങ്ങനെ എഴുതിയൊക്കെ വരിക, അതൊക്കെ ഓർമ്മ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും എന്താ പറയുക ഹൊററായിട്ടുള്ള സംഗതികൾ എഴുതുമ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും കൗമാരത്തിലും ഒക്കെ യൗവനത്തിലും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടാവും ഈ പുറത്തൊക്കെ ഇറങ്ങാനും. ഞങ്ങളതൊക്കെ ഇമാജിൻ ചെയ്തിട്ട് ഇരുട്ടിലൂടെ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. പക്ഷേ ഇത് എഴുതുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ എഴുതിയ കഥാപാത്രങ്ങൾ പിന്തുടർന്ന് വരുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷേ സ്വപ്നത്തിൽ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് പേടിയില്ലാത്ത 3 കാര്യങ്ങളേ ഉള്ളൂ ഈ ലോകത്ത്. എനിക്ക് പാമ്പിനെ പേടിയില്ല, പട്ടിയെ പേടിയില്ല, പ്രേതത്തെ പേടിയില്ല. എനിക്ക് പേടി മനുഷ്യരെ മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ എന്നെ പിന്തുടർന്ന് വന്ന് ഈ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ല. ബോസേട്ടൻ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മാഡം ഈ പറഞ്ഞതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഈ കഥാപാത്രങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷമല്ല നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. ചില ജീവിത അനുഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പുനഃസൃഷ്ടിച്ചാലോ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരാൾക്കുണ്ടായ
ഒരു ഫീലിങ്ങിൻ്റെ ഒരു 10-1 അല്ലെങ്കിൽ ഒരു അംശമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോയാൽ മാത്രമാണ് നമ്മൾ എഴുതുന്നത് വായിക്കുന്നവർ അത് എത്ര നമ്മളൊരു 3-4 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് ഈ വായനക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളത്, അപ്പം നമുക്ക് അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിച്ചത് അനുഭവിച്ചതും നമുക്ക് പറ്റാവുന്നതുമായ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പരമാവധി എക്സ്പ്രസ് ചെയ്യാൻ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇതുണ്ടാകും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ അടിമലിലായിരിക്കുമ്പോൾ അവിടെ നമുക്ക് അടുത്ത് എനിക്ക് എൻ്റെ സുഹൃത്ത് പരിക്കുട്ടിക്കും കൂടി ഞങ്ങൾക്ക് ഒരു ചെറിയ ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഈ പോലീസുകാരൊക്കെ അവിടെ വരും. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ വന്ന് നാരങ്ങ വെള്ളം കുടിക്കുകയും വീക്കിൽ വായിക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് വന്നിട്ട് ഈ പോലീസുകാർ വന്ന് പോയി വേറൊരാൾ അവിടെ ഇരുന്ന് പറഞ്ഞു, അവിടെ ഒരു ആദിവാസിയെ പയ്യനെ പിടിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് ഈ പോലീസുകാരെ വരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ്റെ പേര് കണ്ണൻ എന്നാണ് ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ വേറൊരു കേസിനെ ഇവർ പ്രതിയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇവനെ മനഃപൂർവ്വം ഇതിനകത്ത് അല്ലെങ്കിൽ അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്. പക്ഷേ ഒരു കാട്ടിൽ വളർന്ന് ജനിച്ചു വളർന്ന് അപ്പനപ്പൂപ്പന്മാരായിട്ട് കാടിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടേതായ ഒരു നിയമമുണ്ട്, ഒരു രീതിയുണ്ട്. അത് അവർ ശിക്ഷിക്കും. അത് നമ്മൾ പറയുന്ന ഒരു കോംപ്രമൈസ് ഒന്നും കൊടുക്കാൻ. നമ്മൾ വേറെ ഒരു സംസ്കാരത്തിൽ വന്ന് വേറെ ഒരു ജനാധിപത്യ രീതിയോ മറ്റു ഇതൊക്കെ വന്ന് രാജഭരണമോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സംസ്കാരം. ചോരയ്ക്ക് നിറം ചുവപ്പാണോ? അതെ. അപ്പോൾ അത് വന്നപ്പോൾ ആ സംസ്കാരത്തിൽ വന്നൊരു നമ്മളെ എഴുതി വെച്ചിട്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. അവന് എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോൾ വേറൊരു രാജ്യം വന്നിട്ട് നമ്മളെ ഒരു കാര്യത്തിൽ വന്നിട്ട് വലിയ വെപ്പൺ കൊണ്ട് അത് വെച്ച് ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്ന് അവരുടെ വലിയ വെപ്പണും ആയുധങ്ങളൊക്കെ അന്ന് നമ്മൾ അമ്പം മില്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്തേക്കാണ് ഇവൻ കരിമരുന്നുമായിട്ട് വരുന്നത്. അപ്പോൾ തോറ്റു അവർക്കത് മാർഗമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ഇവരെ പിടിച്ച് അധികാരത്തിന് പേര് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അവന് സഹിക്കാനേ പറ്റുള്ളൂ. ആ ഒരു നിസ്സഹായതയുടെ കഥയാണ് ഞാൻ ഈ ചോരയ്ക്ക് നിറം ചുവപ്പെന്ന് പറഞ്ഞു. അവന് ചോരയ്ക്ക് നിറം ചുവപ്പ, എനിക്ക് നിറം ചുവപ്പ്, ആർക്കും എല്ലാവരും ചുവപ്പ്. ആ ഒരു പക്ഷെ അത് ഭയങ്കര ഹിറ്റായിപ്പോയി. അതിനകത്ത് ആ ടൈറ്റിലിനകത്ത് തന്നെ അതുകൊണ്ട് അത് പിന്നെ കന്നഡയിലൊക്കെ കെമ്പ് നെത്തോറെന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എവിടെയെങ്കിലും മോഷണമാണെന്ന് പറഞ്ഞത്, ഒരാളുടെ ജീവിതാനുഭവങ്ങളിലും എല്ലാം നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ഇൻസ്പിറേഷൻ നമ്മൾ പറയുന്നതിൻ്റെ വേറൊരു ലാംഗ്വേജാണ് മോഷണം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമുക്കൊരു കഥ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു കഥ എഴുതാം, അത് നിങ്ങളുടെ അനുഭവമാണ്. രണ്ടാമത് കഥ എഴുതണമെങ്കിൽ ഇച്ചിരി വിഷമമായിരിക്കും. 10 എഴുതി 100ാമത്തെ നോവൽ എഴുതണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ആരും പറയും ഇമ്പോസിബിൾ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പല വലിയ എഴുത്തുകാരും 100ഉം 200ഉം നോവൽ എഴുതിയാണ്. ജോയ്സിയിലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ മറ്റേ നോവല്, മറ്റേ വിലാസിനിയുടെ നോവലിൻ്റെ അടുത്തോട് വന്നുള്ളൂ. 100 പേജിൻ്റെ കൊണ്ട് കുറവുള്ളൂ. 3 ഒറ്റ നോവലാണ് അത് ഇറക്കുന്നത്. 3-4 വോള്യങ്ങളായിട്ടാണത്. അപ്പോൾ അത്രയുള്ള എഴുത്തുകാർ ഉണ്ട്. പക്ഷേ അവർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് സാധാരണക്കാർ വായിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലാണ്. നമ്മൾ കുറേ ഡെപ്തിൽ വന്ന് ചിന്തിച്ച് അവരതിലിപ്പോൾ നമ്മൾ കഥകളിയും കലാരൂപമാണ് അല്ലേ, കഥാപ്രസംഗവും ഉപമാണ്. പക്ഷേ ആളുകൾക്ക് സാധാരണ എഴുതികൾക്ക് കഥാപ്രസംഗമായിരിക്കും ഇഷ്ടം. കഥകളി നമുക്ക് വായിക്കണമെങ്കിൽ അതിൻ്റെ രൂപഭാവങ്ങളും അതിൻ്റെ താളങ്ങളും അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ സംജ്ഞകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മാറ്റമാണ് എന്താണ് കംസൻ പറഞ്ഞതെന്നും എന്താണ് കൃഷ്ണൻ പറഞ്ഞതെന്നും എന്താണ് അർജുനൻ പറഞ്ഞതെന്നും എന്താണ് ദ്രൗപദി മനസ്സിലാക്കിയതെന്നും നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അത്രയും ലെവലിലും ഇല്ലാത്ത ഒരാളുകൾക്ക് നമ്മൾ ചെയ്യുന്ന പോലെ സാധാരണക്കാർ വായിച്ചാൽ അവന് പെട്ടെന്ന് മനസ്സിലാവണം. അവനെ ഒരാൾ തല്ലിയിട്ടിരിക്കാനും വേദനിച്ചു എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവണം. അല്ലെ നോവൽ എഴുതുമ്പോഴത്തേക്കാണ് ശങ്കരൻകുട്ടി ശാരദയെ കണ്ടപ്പോൾ ചിരിച്ചപ്പോൾ അവരെ കണ്ണിൽ കണ്ടപ്പോൾ അവൻ്റെ ഒരു വികാരഭാവം എന്ന് അവന് തോന്നണം. അത് സാധാരണ ആളുകൾക്ക് തോന്നും. വലിയ ബുദ്ധിജീവികൾക്കത് തോന്നണമില്ല. അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളിതുണ്ടാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വലിയ എഴുത്തുകാരും വലിയ ബുദ്ധിജീവികളും ഇത് നമ്മുടെ നോവലുകളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചന്തുമേനോൻ തന്നെ പുസ്തകം എഴുതി പറഞ്ഞു, പുള്ളി ഈ പുസ്തകം എഴുതിയത് പുള്ളിയുടെ ഭാര്യയ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി വായിക്കുന്ന അത്രയും ബൗദ്ധികമായിട്ടുള്ള ഒരു പുസ്തകം
ഭാര്യയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അതുകൊണ്ട് അത് മോശമാണെന്നോ ഇതാണ് വലുതെന്നോ അങ്ങനെ നമുക്ക് പറയാം. നമുക്കെന്തും പറയാമല്ലോ, നമുക്കെന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമ്മളതുപോലെ ആണ് നമ്മളിതിനെ ഈ കഥാരൂപങ്ങളെയും കഥയും കാണുന്നത് എന്നുള്ളത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സാമൂഹ്യ നോവലുണ്ടെങ്കിലും ഒരു ത്രില്ലർ നോവൽ ബാബുജി പറഞ്ഞ ആദ്യം സയൻസിൽ വന്നു, പിന്നെ ഡിറ്റക്റ്റീവ് വന്നു, പിന്നെ ഡിറ്റക്റ്റീവ് വന്ന് നമ്മൾ കാണാത്ത കാരണം കൊണ്ട് ഹീറോ കഥാപാത്രങ്ങളെ വെച്ച് പിന്നെ ഹീറോയിസാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ അത് ജനസമ്മതി ഏർപ്പിച്ചു. ആ കാലത്ത് വന്ന സിനിമകൾ വന്നു, അങ്ങനെയൊക്കെ വന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മളെന്ത് വന്നോ അതിനെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. അത് തിരിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയല്ലേ എന്ന് തിരിച്ചു കൊടുക്കുകയാണ് ഇത്. ആ ഫീലിംഗ് നമുക്കുണ്ട്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വായനക്കാർ വരും, അതിൻ്റെ ആസ്വാദകർ വരും. കുറച്ച് പേര് ആദ്യം സാറ് പറഞ്ഞ പോലെ ഇത് നമ്മൾ ചെയ്യുന്നത് അവാർഡ് മേടിക്കാനോ ഒന്നുമല്ല. നമ്മൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് എഴുതുന്നത്, രാത്രിയിലാണോ പകലാണോ ലോഡ്ജിപ്പോഴാണ്? ഞാൻ പറഞ്ഞ് ജീവിക്കാൻ കാശില്ലാത്തവരിപ്പോൾ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മളിത് എഴുതിക്കുന്നത് ഒരു പണമില്ല ഇതൊന്നും പറഞ്ഞ് ചുമ്മാ കള്ളം പറയുന്ന ഇത് ഈസ് എ ബിസിനസ്. ഇത് നമ്മൾ ബിസിനസ്സാണ്. കച്ചവടം നടന്നില്ലെങ്കിൽ വീക്കിലികൾ അടിക്കില്ല, പത്രങ്ങൾ അടിക്കില്ല, വിൽക്കില്ലാത്ത ആരുടെ പുസ്തകം ആയിരിക്കില്ല, ഏതെങ്കിലും പബ്ലിഷർ അടിക്കുമോ? ഒന്നുമില്ല. ഇപ്പം നമ്മൾ മനോരമയൊക്കെ തന്നെയാണെങ്കിൽ വേറെ എത്രയോ വലിയ എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവർ ഭാഷാ വേർഷനിലേ അടിക്കുകയുള്ളൂ, മനോരമ വീക്കിലിൽ അടിക്കുകയില്ല. മനോരമ വീക്കിലിൽ നമ്മൾ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഓക്കെ.